നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടുകഴിഞ്ഞാൽ ചില ആൾക്കാർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെ, ദൈവവിശ്വാസവും യുക്തിവാദവും. എന്താണ് ദൈവവിശ്വാസം? എന്താണ് യുക്തിവാദം? അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ദൈവവിശ്വാസത്തെ പറ്റി പറയാം. എന്താണ് ദൈവവിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തെയും നമ്മൾ മനുഷ്യരെയും ഉണ്ടാക്കിയത് ദൈവമാണ്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ആണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസമാണ് ദൈവവിശ്വാസം. അതിൽ വിശ്വസിക്കുന്ന ആളുകളെ ദൈവവിശ്വാസി എന്ന് വിളിക്കുന്നു. ഓരോ മതത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടേതായിട്ടുള്ള ദൈവങ്ങൾ ഉണ്ടായിരിക്കും. സ്വന്തം മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളെ മതവിശ്വാസി എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ മതവിശ്വാസി എന്റെ മതമാണ് എല്ലാം, എന്റെ മതം പറയുന്നതാണ് ശരി, മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകൾ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ ഒരു വിഘടനവാദിയോ ആയി മാറും. തന്റെ മതം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആളെയും അങ്ങനെ തന്നെയാണ് വിളിക്കുക. എന്ന് മുതലാണ് മനുഷ്യർ ആരാധന എന്ന കാര്യം തുടങ്ങിയത്. അതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ശിലായുഗത്തിലെ മനുഷ്യർക്ക് എല്ലാറ്റിനെയും പേടിയായിരുന്നു. അന്ന് ശാസ്ത്രം അത്രയും വളർന്നിട്ടില്ല. അവർ ചെയ്ത കാര്യം എന്തെന്നാൽ, അവർക്ക് എന്തിനെയാണോ പേടി അതിന് ചിത്രം വരയ്ക്കുകയും അതിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയും തുടങ്ങിയപ്പോൾ, അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ആത്മവിശ്വാസം കിട്ടി. അതായത് അന്ന് അവർക്കൊരു പ്രശ്നമുണ്ടായി. ആ സമയത്ത് അവരെ രക്ഷിച്ചത് ഒരു കല്ലാണ് എന്ന് കരുതുക. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ കല്ലിനെ ദൈവമായി കാണുകയും ആ കല്ലിനെ പൂജിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് വിഗ്രഹാരാധന എന്ന കാര്യം വന്നത്. എന്നാൽ ചിലർ പറയുന്നത് അനിനാക്കികൾ എന്ന അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരികയും അവർ നമ്മുടെ പൂർവികർക്ക് ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവരിൽ നിന്നും പ്രചോദനമായി ഓരോ കഥകൾ ഉണ്ടാക്കുകയും അവരെ പുരാണ ഇതിഹാസ കഥാപാത്രങ്ങളായി ചിത്രീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അവരുടെ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിനെ പൂജിക്കുകയും ചെയ്തു. ആത്മവിശ്വാസം കിട്ടും എന്നതാണ് പ്രാർത്ഥനയുടെ പ്രധാന ഗുണം. എന്നാൽ എല്ലാ ആളുകൾക്കും ഇങ്ങനെ കിട്ടണമെന്നില്ല. പിന്നെ പ്രാർത്ഥന മാത്രമല്ല ആത്മവിശ്വാസം കിട്ടാനുള്ള മാർഗം, അതിന് വേറെ കുറെ മാർഗങ്ങളും ഉണ്ട്. അതായത് മെഡിറ്റേഷൻ ഉണ്ട്, അഫർമേഷൻ ഉണ്ട്, വർക്കൗട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അതിലെ ഒന്ന് മാത്രമാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന എങ്ങനെയാണ് നമുക്ക് ആത്മവിശ്വാസം തരിക എന്ന് ചോദിച്ചാൽ, അതായത് എനിക്കിപ്പോൾ മാർക്ക് കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉപബോധ മനസ്സിൽ അത് കയറുകയും അതിനു വേണ്ടി ഞാൻ പരിശ്രമിക്കുകയും ചെയ്യും. എന്നിട്ട് അതിൽ നിന്നും എനിക്ക് ആത്മവിശ്വാസം കിട്ടും. അങ്ങനെ എനിക്ക് പരീക്ഷയിൽ മാർക്ക് ലഭിക്കും. എന്നാൽ പ്രശ്നം എന്തെന്നാൽ, ഇതിൽ ഒരു വിശ്വാസമില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം ഇല്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ടാവില്ല. അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായി കൺസിസ്റ്റന്റ് ആയി ചെയ്യണം, എന്നാലേ റിസൾട്ട് ഉണ്ടാകൂ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടുമെങ്കിൽ അത് തീർച്ചയായും ചെയ്യണം. അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പിന്നെ അത് ചെയ്യാൻ നിൽക്കരുത്. ഇനി അമ്പലത്തെ പറ്റി പറയുകയാണെങ്കിൽ, അതിപ്പോൾ വെറും ഒരു കച്ചവടമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഉൽപ്പന്നമായി വരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. അതായത് നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുന്നു, അതിന് പൈസ കൊടുക്കുന്നു, റെസീറ്റ് മേടിക്കുന്നു, പിന്നീട് അത് പൂജിക്കുന്നു. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തും സാധിക്കുന്ന ദൈവത്തിന്, എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താൽ മാത്രമാണോ ദൈവം നമുക്ക് ഇങ്ങോട്ട് അനുഗ്രഹം തരുള്ളൂ? അങ്ങനെയുള്ള ദൈവം എന്ത് ദൈവമാണ്? ദൈവം എന്താ പ്ലംബറോ ഇലക്ട്രീഷ്യനോ മറ്റോ ആണോ പൈസ കൊടുക്കാൻ? നിങ്ങളൊന്നും മനസ്സിലാക്കണം, അമ്പലത്തിൽ കഴിക്കുന്ന വഴിപാടിനും മറ്റു കാര്യങ്ങൾക്കും പൈസ കിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലെ പൂജാരിയും മറ്റു പണിക്കാരൊന്നും അവിടെ വരില്ല. കാരണം ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ നമുക്ക് അനുഗ്രഹം തന്നിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. ദൈവവിശ്വാസികൾ ഭൂരിഭാഗം പേരും അന്ധവിശ്വാസികളാണ്.
ദൈവത്തിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. മനുഷ്യരെ കൊല്ലുന്നു, കേട്ടാൽ അറയ്ക്കുന്ന ആചാരങ്ങൾ ചെയ്യുന്നു. ഏത് ദൈവമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇതെല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ഓരോ തോന്നിവാസങ്ങളാണ്. ഇതെല്ലാം നിർത്തേണ്ട സമയം എന്നേ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പേടിക്കുന്നത്? അതിന് കാരണം നമ്മുടെ മാതാപിതാക്കളാണ്. അവർ നമ്മുടെ ചെറുപ്പത്തിൽ എന്താണ് പറഞ്ഞു തരുന്നത്? നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കും. നീ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിന്നെ ശിക്ഷിക്കും, നരകത്തിൽ പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ദൈവത്തിനോട് പേടി തോന്നും. അങ്ങനെ നമ്മൾ അന്ധവിശ്വാസികളായി മാറും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല പറഞ്ഞു കൊടുക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിഭാസമാണെന്നും, നിനക്ക് ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കണം എന്നും, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്നും പറഞ്ഞു കൊടുക്കുക. ദൈവവിശ്വാസം കൂടിക്കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസമായി മാറും. മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ മതവിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള ഒരു കാരണം ഇതാണ്. കാരണം മതങ്ങൾ മനുഷ്യരെ വേർതിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാം, എന്നാൽ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത്. മറ്റു ചിലരുണ്ട്, എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുന്നതിന് പകരം ഏതെങ്കിലും പാസ്റ്ററിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാമിമാരുടെ അടുത്തോ കൊണ്ടേ കാണിക്കും. അതിനൊരു ഉദാഹരണമാണ് കൃപാസന പത്രം. നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഒരു 1.5 വയസ്സായ ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നു. ആ കുട്ടിയുടെ അമ്മ ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഈ കൃപാസന പത്രം കീറി അത് അരച്ച് കലക്കി ആ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ കൃപാസന പത്രത്തിന്റെ ഇങ്ക് മൊത്തം ആ കുട്ടിയുടെ വയറ്റിലാവുകയും ആ കുട്ടിയുടെ അവസ്ഥ അതീവ ഗുരുതരമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് നിങ്ങൾ വീഴരുത്. നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ ദൈവമുണ്ടെങ്കിൽ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ രക്ഷിക്കാൻ ദൈവമുണ്ടെങ്കിൽ, പിന്നെ പോലീസും നിയമവും ഡോക്ടർമാരൊക്കെ എന്തിനാണ്? താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നുണ്ടല്ലോ. ഏറ്റവും വലിയ മണ്ടത്തരമാണിത്. കാരണം നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ 100% അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അല്ലാതെ 50% മാത്രം വർക്ക് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്, അതിനകത്ത് 100 ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് നിങ്ങൾ വെറും 50 ചോദ്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ബാക്കി ദൈവം വന്ന് ചെയ്യുമെന്ന് കരുതി കഴിഞ്ഞാൽ ആ എക്സാം നിങ്ങൾ പാസ്സാകുമോ? ഇല്ല, അല്ലേ? ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് യുക്തിവാദത്തെ പറ്റിയാണ്. എന്താണ് യുക്തിവാദം? ഈ പ്രപഞ്ചത്തെയും നമ്മൾ മനുഷ്യരെയും ഉണ്ടാക്കിയത് ദൈവമല്ല, പകരം ഇതെല്ലാം സയൻസിലൂടെയാണ്, ബിഗ് ബാങ്കിലൂടെയാണ് ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ് യുക്തിവാദികൾ എന്ന് പറയുക. കുറെ ആളുകൾ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ഒരുപോലെ കാണാറുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, നിരീശ്വരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളാണ്. അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ല, അതിനുള്ള കാരണവും അവരുടെ പക്കലുണ്ടാവില്ല. എന്നാൽ ഒരു യുക്തിവാദിയുടെ കയ്യിൽ അതിനുള്ള ചില എവിഡൻസുകൾ ഉണ്ടാവും. അതിനർത്ഥം ഒരു യുക്തിവാദി എവിഡൻസ് ഉള്ള കാര്യങ്ങളിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, ലോജിക്കുള്ള കാര്യങ്ങളിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അത്ഭുതങ്ങളിലൊന്നും അവന് വിശ്വാസം ഉണ്ടാവില്ല. അവന് ദൈവത്തെക്കാളും സയൻസിലായിരിക്കും വിശ്വാസം ഉണ്ടാവുക. ഒരു അത്ഭുതം നടന്നാൽ അത് അമ്പലത്തിനടുത്തോ മറ്റ് ആരാധനാലയത്തിനടുത്തോ ആണ് നടക്കുന്നത് എങ്കിൽ ഉടനെ ദൈവവിശ്വാസികൾ വന്ന് പറയും അത് ദൈവത്തിന്റെ അത്ഭുതമാണ് എന്ന്. എന്നാൽ യുക്തിവാദികൾ അതിനുള്ള സയന്റിഫിക് എവിഡൻസുമായി മുന്നോട്ട് വരുമ്പോൾ ഈ ദൈവവിശ്വാസികൾ അതിനെ എതിർക്കും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞാൽ അതിന്റെ സയന്റിഫിക് എവിഡൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ ഒരുപാട് തിയറികൾ പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടതുണ്ട്. അതിനു പകരം ദൈവത്തിന്റെ അത്ഭുതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. കാരണം സയൻസിന് ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ
ദൈവവിശ്വാസത്തിനും സ്പിരിച്വാലിറ്റിക്കും യാതൊരു പരിമിതികളുമില്ല. എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം. യുക്തിവാദികൾ പലപ്പോഴും പല സ്ഥലത്തും ഒറ്റപ്പെട്ടു പോകാറുണ്ട്, പ്രത്യേകിച്ച് വീട്ടുകാരിൽ നിന്ന്. എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനൊരു യുക്തിവാദിയാണ്. എന്നാൽ എൻ്റെ വീട്ടുകാരങ്ങനെയല്ല. അവർക്ക് നല്ല രീതിയിൽ ദൈവവിശ്വാസമുണ്ട്. അവർ എന്നോട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ പറയും, പക്ഷെ ഞാൻ കേൾക്കാറില്ല. പണ്ട് പോകുമായിരുന്നു, പക്ഷെ ഇപ്പൊ പോവാറില്ല. അതിന് കാരണം എൻ്റെ യുക്തിപരമായിട്ടുള്ള ചിന്തകൾ തന്നെയാണ്. അമ്പലത്തിലെ ദൈവങ്ങൾ എനിക്ക് വെറും കഥാപാത്രങ്ങൾ മാത്രമാണ്. അവരെല്ലാം സൃഷ്ടിച്ചത് നമ്മൾ മനുഷ്യൻ തന്നെയല്ലേ. അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തരാന്? PK സിനിമയിൽ പറയുന്നത് പോലെ ഇവിടെ ഒരു ദൈവമല്ല, 2 ദൈവങ്ങളുണ്ട്. ഒന്ന് നമ്മളെ ഉണ്ടാക്കിയ ദൈവം, 2 നമ്മൾ ഉണ്ടാക്കിയെടുത്ത ദൈവം. ഇതിൽ നമ്മളെ ഉണ്ടാക്കിയ ദൈവം ആരാണെന്ന് നമുക്കറിയില്ല. എന്നാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ദൈവം നമ്മളെ പോലെ തന്നെയാണ്. എല്ലാം കപടം, കാശിനു വേണ്ടി. ഈ ഭൂമിയിൽ മനുഷ്യനേക്കാളും വലിയ ശക്തിയൊന്നുമില്ല. എല്ലാം സൃഷ്ടിച്ചതും എല്ലാം സൃഷ്ടിക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. എല്ലാം നശിപ്പിക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ വിചാരിച്ചാൽ ഒരുപക്ഷെ ഈ ഭൂമി തന്നെ ഇല്ലാതാവും. ഇവിടെ പ്രളയം വന്നു, കോവിഡ് വന്നു, ഉരുൾപൊട്ടൽ വരെ വന്നു. എന്നിട്ട് ദൈവം വന്ന് രക്ഷിച്ചോ? ഇല്ല. അവിടെ വന്ന് രക്ഷിച്ചത് മനുഷ്യൻ തന്നെയാണ്. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുന്നേ ദൈവം എവിടെ പോയി? ഇതെല്ലാം മനുഷ്യൻ വരുത്തി വെച്ച പ്രശ്നമാണെന്ന് കരുതി ദൈവം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ റോൾ എന്താണ്? കാരണം എല്ലാം മനുഷ്യൻ വരുത്തി വെച്ച പ്രശ്നങ്ങൾ തന്നെയാണ്. ഇനി ദൈവം വന്ന് രക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരും തന്നെ വരില്ല. കാരണം ഇവിടെ ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിനെയും കൃഷ്ണനെയും പഠിച്ചവനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇവർ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഈ ഖുറാൻ ആയാലും ബൈബിൾ ആയാലും ഭഗവത്ഗീതയായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും സെയിം ആണ്. ഒരുപക്ഷെ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തതാണെങ്കിലും അതിനുദാഹരണമാണ് രാമായണത്തിലെ പുഷ്പക വിമാനം. രാമായണം എഴുതിയത് എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ്. എന്നാൽ വിമാനം കണ്ടുപിടിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. പക്ഷെ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുന്നേ വിമാനം എന്ന വാക്ക് എങ്ങനെ വന്നു? അതിനർത്ഥം രാമായണം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ? ഇതുപോലെ തന്നെയാണ് മറ്റ് മതഗ്രന്ഥങ്ങളും. അതായത് പണ്ടുള്ള ആളുകൾ കളിമൺ ഫലകത്തിലും താളിയോലകളിലും എഴുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മതഗ്രന്ഥങ്ങളായി ഉപയോഗിക്കുന്നത്. അതായത് അത് ഡീകോഡ് ചെയ്തിട്ടാണ് ഇപ്പോഴുള്ള രാമായണം ആയാലും ഭഗവത്ഗീതയായാലും ഖുറാനായാലും എല്ലാം അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യൻ ആയാലും ആദ്യം നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കുക. മനുഷ്യത്വമുള്ള ഒരു ആളാവാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ദൈവവിശ്വാസം, മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള മതവിശ്വാസം അത് പാടില്ല. അത് തെറ്റാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്, വേറെ ആരുമല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ. കാരണം അവർ നിങ്ങളുടെ ഒട്ടുമിക്ക ആഗ്രഹങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷിക്കാനുള്ള അധികാരവുമുണ്ട്. അപ്പോൾ അവർ തന്നെയല്ലേ യഥാർത്ഥ ദൈവങ്ങൾ? അമ്പലത്തിലെ ദൈവത്തിനു പകരം അവരെ പൂജിക്കുകയല്ലേ വേണ്ടത്? അവരെയല്ലേ ആരാധിക്കേണ്ടത്? എത്ര പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്? കമന്റ് ബോക്സിൽ പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളാണ്. വേറെ ആരെയും ഞാൻ ദൈവമായി കാണുന്നില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും എന്നോട് ദേഷ്യമുണ്ടായിട്ടുണ്ടാകും. എന്തൊക്കെ ആയാലും ശരി, അത് കമന്റ് ബോക്സിൽ വന്ന് പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.